ഹായ് ഫ്രണ്ട്സ്, ജോബിയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഇന്ന് നമ്മുടെ കുക്കുംബറിൻ്റെ 3 ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് വിളവെടുപ്പ്, രണ്ടാമത് അതിന് നമ്മൾ ജൈവവളം കൊടുക്കുന്നു, മൂന്നാമത് ഞാനതിനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിന് വേര് പിടിപ്പിച്ചിട്ട് അതിൻ്റെ വള്ളിയിൽ നിന്ന് പുതിയ വിത്തുണ്ടാക്കാൻ പറ്റുന്ന ശ്രമമാണ്. അത് വിജയിപ്പിക്കണം. 3 ഐറ്റം. പിന്നെ നാലാമതായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുക്കുംബറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ കാ പിടിക്കുന്ന വള്ളികൾ പെട്ടെന്ന് വാടി തളർന്ന് കിടക്കുന്നതായിട്ട് കാണാം. അതെന്താ വെച്ചാൽ അത് കായ്ക്ക് അതിന് ആവശ്യത്തിന് വെള്ളം കൊണ്ടാണ് ഈ കാ സ്റ്റോർ ആകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നമുക്ക് മിനറൽസ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കുക്കുംബർ. നമുക്കത് കാണാം. അപ്പോൾ ഞാനത് ചെയ്ത് തന്നിരിക്കുന്നത് എന്താണെന്ന് ആദ്യം ഇത് പറിക്കട്ടെ. ഈ ഒരു വലിപ്പത്തിന് മേളിലോട്ട് നമ്മളിതിനെ കൊണ്ടുപോകരുത്. ഒക്കെ നിറയെ കായ പിടിച്ച് കിടക്കുന്നുണ്ട. ശരിക്ക് കായുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് കണ്ടോ, ഈ ഒരു ബാഗ് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മഞ്ഞ കളറായിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് എൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റുക. അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വിത്തുണ്ടെങ്കിൽ ഒരു 10 മണിയാവും വെള്ളമില്ലെങ്കിൽ ഇതിങ്ങനെ തളർന്നു പോകും. അങ്ങനെ തളർന്നു പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ സമയത്ത് ഒന്നീ വെള്ളം കൊടുക്കണം, ഏറ്റവും കൂടുതൽ വെള്ളം. അതിനാണ് നമ്മൾ ഈ ഗ്രോ ബാഗിൽ നിന്ന് വെള്ളം ചോർന്നു പോകും. അപ്പോൾ അടിയിൽ നമ്മളൊരു ചെറിയ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കണം. കണ്ടോ, കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം നിൽക്കും. അപ്പോൾ ഇത് ഉണങ്ങിപ്പോയാലും ഇതിനടിയിൽ നിന്ന് വേര് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഈ 2 ബാഗ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് രണ്ടും നല്ല ആരോഗ്യത്തിലേക്ക് വീണ്ടും പ്രശ്നമില്ലാതെ വന്നു. നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെ നല്ല വെയിൽ വരുമ്പം ഇതിൻ്റെ ഇത് കട്ടായി പോകും. ആണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് വാടിപ്പോയ ഇലയാണ്, ഈ പഴുത്ത് പോയത് വാടിപ്പോയ ഇലയാണ്. നമ്മളിതിനെ ഒരിക്കലും തളരാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇത് തളർന്നു പോയി കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ കുക്കുംബർ കൈക്കും. ഇത് കാണാതെ കിടന്ന ഇത്രയും വലിപ്പം ആക്കരുത് കേട്ടോ, അതിനേക്കാൾ മുന്നേ പറിക്കണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ജൈവവളം കൊടുക്കുന്നു. ഇതിനകത്ത് സൂര്യപ്രകാശ ശകലം കുറവാണ്, അതുകൊണ്ടാണ് ഇലയ്ക്കൊന്നും ഒരു വാട്ടമില്ലാത്തത്. അത് തന്നെയല്ല, ഇതേ കായായി വരുന്നേ ഉള്ളൂ. കാ കൂടുന്ന അനുസരിച്ചാണ് ഇതിന് തളർച്ച ഉണ്ടാകുന്നത്.